ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്, വലിയ കഷ്ടതകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈശോ നമ്മളെ പരിപാലിക്കുന്നുണ്ട്. ആ പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ ഒരു ബോധ്യം നമുക്ക് തരുന്ന ഒരു സങ്കീർത്തനം നമ്മൾ ഇന്ന് ഒരുമിച്ച് വായിക്കാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു സങ്കീർത്തനങ്ങളൊക്കെ ഒരുമിച്ച് വായിക്കാറുണ്ട്. നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥം എടുക്കാം. 138 സങ്കീർത്തനമാണ്. ഒരു ഒരു താങ്ക്സ് ഗിവിങ് സങ്കീർത്തനമാണ്. കർത്താവ് തന്ന അനുഗ്രഹങ്ങളെല്ലാം ഓർത്തെടുത്ത് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. വളരെ കുഞ്ഞു സങ്കീർത്തനമാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ തോന്നുന്നു. ഒരു 8 വാക്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം, ഒരു ബോധ്യമാണ് ഇപ്പോൾ തൊട്ടു മുമ്പേ പറഞ്ഞത്. സങ്കീർത്തനം 138:7 കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അവിടുന്ന് എൻ്റെ ജീവനെ പരിപാലിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് എല്ലാവർക്കും, എനിക്ക് നിങ്ങൾക്കും എല്ലാം നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഡെയിലി സ്ട്രഗിൾസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പാണ് കർത്താവ് ഇങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത്, അല്ലേ? 138 ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കണം. നന്ദി പറയുന്നതിനോടൊപ്പം ഒരു പ്രാർത്ഥനയും കൊണ്ടൊക്കെ ഇത് അവസാനിപ്പിക്കുക. ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് മറന്നു, ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു പുസ്തകമാണ്, പെട്ടെന്ന് ഒരു ഓർമ്മയിലേക്ക് വന്ന്. അതായത് ഒരു ഒരു കുഞ്ഞിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എനിക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഞാൻ കടന്നു പോകുന്നത് വല്ലാത്ത സ്ട്രഗിൾസിലൂടെയൊക്കെയാണ്. എന്നെ താങ്ങി നിർത്താനോ എന്നെ പിടിച്ചു നിർത്താനോ തൽക്കാലം എന്നെ സഹായിക്കാനോ ഞാൻ ആരെയും കാണുന്നില്ല. അങ്ങനെ ഒരു വലിയ സങ്കടത്തിൽ കൂടി കുഞ്ഞ് കടന്നു പോകുമ്പോൾ കുഞ്ഞിങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഒരു തൂണുപോലും ഇല്ലാതെ ഈ ഒരു ആകാശത്തെ താങ്ങി നിർത്തുന്ന നിനക്ക് ആരും കൂട്ടില്ലാത്ത എന്നെ താങ്ങി നിർത്താൻ എന്തൊരു എളുപ്പമാണ്. ഒന്ന് ശാന്തമായിട്ട് ആ ഒരു പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിക്കണേ. ഒരു എഴുത്തുകാരൻ്റെ ചിന്തകളിലെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യണ്ട. നമ്മളെല്ലാവരും ഈ ഒരു കുഞ്ഞിനെ പോലെ ചില കഷ്ടതകളിലൂടെ വേദനയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സഹായിക്കാൻ ആരും ഇല്ലാതെയൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ചുമ്മാ മുകളിലോട്ട് നോക്കുക, ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഒന്ന് ഓർത്തെടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചോണം. ആ കുഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചത് നല്ല സുന്ദരമായൊരു എഴുത്താണെന്ന് തോന്നുന്നു, അല്ലേ? ദൈവമേ, ഒരു തൂണ് പോലും ഇല്ലാതെ ഈ ആകാശത്തെ താങ്ങി നിർത്തുന്ന നിനക്ക് ഒരാൾ പോലും താങ്ങാനില്ലാത്ത എന്നെ താങ്ങി നിർത്താൻ എന്തൊരു എളുപ്പമാണെന്ന്. അത് കർത്താവിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞ് സമർപ്പിക്കുന്ന ഒരു വിശ്വാസം, ഒരു പ്രത്യാശ മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഈ 138 7 വാക്യത്തിൽ വായിക്കുന്ന പോലെ കഷ്ടതകളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവ് എന്നെ കാത്തു പരിപാലിക്കുന്നു. നമുക്ക് ഈ വചനം ഒന്ന് എടുത്ത് വായിക്കാവേ. 138 ദാവീദിൻ്റെ സുന്ദരമായ ഒരു സങ്കീർത്തനമാണ്. വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത് ഒന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട് 2 വാക്യത്തിൽ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് വെച്ചാൽ ഇതുവരെ കഷ്ടതകളുണ്ടായി, വേദനകളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, പക്ഷേ എവറിത്തിങ് വാസ് യുവർ ഗ്രേസ്. ഇതുവരെ എന്നെ താങ്ങി നിർത്തിയത് നീയാണ്. ഞാൻ എല്ലാത്തിനും അങ്ങേക്ക് നന്ദി പറയാണ് പൂർണ്ണ ഹൃദയത്തോടെ. വിത്ത് മൈ ഹോൾ ഹാർട്ട് ഐ താങ്ക് യു. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രതിഷ്ഠിക്കേണ്ട ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ജസ്റ്റ് താങ്ക് യു ഫോർ എവറിത്തിങ്. എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുക. എന്നിട്ട് അതിനകത്തൊരു സുന്ദരമായൊരു ഒരു ബോധ്യം സങ്കീർത്തകൻ പറഞ്ഞു തരുന്നുണ്ട്. 138 3 വാക്യം ഇങ്ങനെയാണ്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഇപ്പോൾ സ്ട്രഗിൾസ്, ഇപ്പോൾ വേദനകളുണ്ട്, പക്ഷെ ആ വേദനകളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുകയല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ദാവീദ് പറയാണ്, ഞാൻ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയപ്പോൾ ആ സമയങ്ങളൊക്കെ ഞാൻ നിലവിളിച്ചപ്പോൾ, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയാണ്. ആ ഉത്തരം തന്നത് എങ്ങനെയാണ്? എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവ് ഈ വേദനയൊന്ന് മാറിക്കിട്ടണം. എനിക്ക് തോന്നുന്നു എപ്പോഴും വേദന മാറിക്കിട്ടുകയല്ല, പകരം ആ വേദനയെ അതിജീവിക്കാൻ ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോ എനിക്ക് കുറച്ചുകൂടെ ധൈര്യം തരണമേ. ശരിക്കും ഈശോ ധൈര്യം തരികയാണോ ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് അറിയാൻ ചില ചലഞ്ചസിനെ തരികയാണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ നോക്കിയിട്ട് കർത്താവെ കുറച്ചുകൂടെ ധൈര്യം തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഓക്കെ, നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചില സമയങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടത്തി വിടുന്നുണ്ട്. ആ പരീക്ഷണങ്ങളെ നമ്മൾ അതിജീവിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ധൈര്യം ഉണ്ടോ എന്ന്. ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കില്ലേ, ഈശോയെ പഠിക്കാൻ കുറേയും കൂടെ ബുദ്ധി തരണേ. നമുക്ക് കുറേയും കൂടെ ബുദ്ധി തരുന്നത് എപ്പോഴാണ്? വല്ലാത്ത ഡിഫിക്കൽട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കും. കുത്തിയിരുന്ന് പഠിക്കടി എന്ന് പറയും. അപ്പോൾ മനസ്സിലാവും നമുക്ക് നല്ല ബുദ്ധിയും കൂടെ കർത്താവ് തന്നിട്ടുണ്ട്, നല്ല ഫൈറ്റിംഗ് പവറും കൂടെ ഈശോ തന്നിട്ടുണ്ട്. ശരിക്കും ഇപ്പം ഈ വചനം വായിച്ചത് അങ്ങനെയാണ്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരം അരുളി. എങ്ങനെ ഉത്തരം തന്നെ? എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവ് ഒരു ഈ പ്രശ്നം പെട്ടെന്ന് മാറ്റി കൊടുക്കുകയല്ലേ ചെയ്തത്.
ആ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യവും ശക്തിയും കൂടെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദാവീദ് അതെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയാണ്. വിളിച്ചപ്പോഴെല്ലാം കർത്താവ് എനിക്ക് ഉത്തരം തന്നു, എന്നെ ശക്തിപ്പെടുത്തി. ആ, ബാക്കി വചനങ്ങൾ നിങ്ങൾ വായിക്കണേ. ഒരു 2 വചനം കൂടെ അച്ഛൻ വായിക്കാം. 7-ാമത്തെ വാക്യം നമ്മളിപ്പോൾ വായിച്ചതാണ്. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും അവിടുന്ന് എൻ്റെ ജീവനെ കാത്തു പരിപാലിക്കുന്നു. ഇനി 8-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്: അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. 8-ാം വാക്യം സുന്ദരാണെന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കുക. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. ഓഫ് കോഴ്സ് ഐ ഹാവ് സ്ട്രഗിൾസ്. ഞാനിപ്പോൾ വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഈ ഒത്തിരി സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. ചിലപ്പോൾ മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ഓരോ ദിവസം ഉണ്ടാകാം. ഇപ്പം നമ്മുടെ ഈ നൈറ്റ് ടോക്കുകൾ ഉണ്ടല്ലോ, രാത്രി 9 മണിക്കത്തെ ടോക്കുകളൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ജനുവരി മുതൽ നമ്മൾ തുടങ്ങി. പിന്നെ ഒത്തിരി പേരിങ്ങനെ ഇമെയിൽ അയക്കുകയും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഷ്ടതകൾ മാറുന്നില്ലല്ലോ, ഈ കഷ്ടതകൾ മാറാൻ എന്നാ ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കിത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ശരിക്കും എല്ലാ കഷ്ടതകളും ഒന്നും മാറുകയല്ല എന്നാണ് എനിക്ക് തോന്നണത്. ശരിക്കും ആ കഷ്ടതകളൊക്കെ അതിജീവിക്കാൻ ഈശോ ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള ഉറപ്പ് ഇതാണ്: എന്നെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി അവിടെ നിറവേറ്റും. ഞാനിപ്പോൾ വേദനകളോടെയാണ്, ഇപ്പോൾ ഒരു ക്രോസ് റോഡിലാണ്, എങ്ങോട്ട് തിരിയണമെന്ന് അറിയില്ല. അവിടെ കൺഫ്യൂഷൻ, ഇവിടെ കൺഫ്യൂഷൻ, അവിടെ അപകടം, പുറകിലൊരു സങ്കടം, എല്ലാത്തിൻ്റെയും നടുക്ക് ഇങ്ങനെ ചിലപ്പോൾ നീ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരിക്കും. ആ കുഞ്ഞൊക്കെ പ്രാർത്ഥിച്ച പോലെ, കർത്താവെ എന്നെ താങ്ങാനും സഹായിക്കാനും ഒന്നും ആരുമില്ല, മുകളിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു ആകാശം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, എന്നെ ഒന്ന് താങ്ങിയേക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഡെയിലി സ്ട്രഗിൾസിലൂടെ, വേദനയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരുറപ്പ് നമുക്കിതാണ്: നമ്മളെക്കുറിച്ചുള്ളൊരു പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ടല്ലോ. എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിശ്ചയമായിട്ടും കർത്താവ് നിറവേറ്റുമെന്ന്. നമ്മൾ ചിലപ്പം ഉറക്കം കിട്ടാതെ രാത്രി ടോക്കുകൾ കേൾക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്തൊരു സമയത്ത് യൂട്യൂബിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ചില ടോക്കുകൾ കയറി വരുന്നുണ്ടാകാം. പലതും നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ദൈവമേ, ഇതൊക്കെ നടക്കണയാണോ? ഇതൊക്കെ ആരുടെയെങ്കിലും ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമോ? ഒറ്റ വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട ഈശോയുടെ കുഞ്ഞിനുണ്ടാവേണ്ടതാണ്: നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്, അത് കർത്താവ് കൃത്യമായിട്ടും നിറവേറ്റും. അതുവരെ നീ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം കർത്താവ് നിനക്ക് ധൈര്യം തരുന്നുണ്ട്. അതുവരെ കർത്താവ് നിന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്, നിന്നെ രക്ഷിക്കുന്നുണ്ട്. നിനക്ക് നീ വേദനിക്കുമ്പോൾ, 7-ാമത്തെ വാക്യത്തിൽ വായിച്ച പോലെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നിന്റെ ജീവനെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞെ ഈശോ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. ഈ അവസാനത്തെ വാക്യം, 8-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാർത്ഥനയോടെ ഇത് അവസാനിക്കുക. നമുക്കതൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം അനന്തമാണ്, അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. ഐ ആം യുവർ ക്രീച്ചർ, ഞാൻ നീ സൃഷ്ടിച്ച ഒരു കുഞ്ഞാണ്, എന്നെ നീ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് സുന്ദരമായ ഒരു പ്രാർത്ഥനയോടെ ഇത് അവസാനിപ്പിക്കുക. സമയമെടുത്ത് ഇതൊന്ന് ധ്യാനിക്കണം. 8 വാക്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളിത് വായിച്ചു നോക്കുമ്പോഴും പ്രാർത്ഥനയോടെ, സ്വന്തം ലൈഫിൽ ദാവീദ് എഴുതി വെച്ചതായിട്ടല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ എഴുതി വെച്ച പോലെ ഒരു ബോധ്യം, ഒരു പ്രത്യാശ, ഈശോയുടെ മുമ്പിൽ നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു: കർത്താവേ, ഐ ആം യുവർ കിഡ്, ഞാൻ നിൻ്റെ കുഞ്ഞാണ്, ഞാൻ നിൻ്റെ സൃഷ്ടിയാണ്, നീ എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ. ഉപേക്ഷിച്ച് കളയില്ല എന്ന് നമുക്കറിയാം. ഒരു പ്രാർത്ഥനയായിട്ട് തിരുസന്നിലേക്ക് സമർപ്പിക്കുകയാണ്. 138-ാം സങ്കീർത്തനത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ആകാശത്തേക്ക് ഒന്നുകൂടെ കണ്ണുകൾ ഉയർത്തുക. നെഞ്ചിനകത്തേക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഊളിയിട്ട് നോക്കുക. നിന്നെ താങ്ങുന്ന കർത്താവിനെ കാണാൻ നിനക്ക് സാധിക്കട്ടെ. കഷ്ടതകളിലൂടെ നീ കടന്നു പോകുമ്പോഴും നിന്നെ പരിപാലിക്കുന്ന ഈശോയുടെ സ്നേഹം തുറന്നു പിടിച്ച ഹൃദയം കാണാൻ നിനക്ക് ശക്തി ലഭിക്കട്ടെ. ഈശോയുടെ അനുഗ്രഹം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.